സ്പോൺസർഷിപ്പ് സമ്പ്രദായം അവസാനിപ്പിക്കാൻ കുവൈത്ത് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ജനസംഖ്യാ ക്രമീകരണ പദ്ധതിയുടെ ചുവടുപിടിച്ച് സ്പോൺസർഷിപ്പ് വ്യവസ്ഥയ്ക്ക് ബദൽ സംവിധാനം നടപ്പാക്കുന്നതിനെക്കുറിച്ചാണ് ആലോചന. വിഷയം ചർച്ച ചെയ്യാൻ സാമ്പത്തിക വികസനകാര്യമന്ത്രി മറിയം അൽ അഖീലിന്റെ നേതൃത്വത്തിൽ മന്ത്രിതല യോഗം ഉടൻ ചേരുമെന്ന് കുവൈത്ത് ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്തു. കഫാല സമ്പ്രദായം ഒഴിവാക്കാനുള്ള നിർദ്ദേശത്തിന് ഗവൺമെന്റ് പച്ചക്കൊടി കാട്ടിയതായാണ് സൂചന. ജനസംഖ്യാ ക്രമീകരണ പദ്ധതിയുടെ ചുവടുപിടിച്ചാണ് ഇത്തരമൊരു നീക്കം. 5 വർഷത്തിനുള്ളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായും സ്വദേശിവൽക്കരിക്കുക എന്നതാണ് ജനസംഖ്യാ ക്രമീകരണ പദ്ധതിയിലെ പ്രധാന അജണ്ട. ഇതുമായി ചേർന്നു പോകുന്ന തരത്തിലായിരിക്കും സ്പോൺസർഷിപ്പിന് പകരം നടപ്പാക്കുന്ന സംവിധാനമെന്നും സൂചനയുണ്ട്. വിസക്കച്ചവടവും മനുഷ്യക്കടത്തും പ്രതിരോധിക്കാൻ പല മാർഗങ്ങളും സ്വീകരിച്ച് പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് കഫീൽ സമ്പ്രദായം എടുത്തുമാറ്റാനുള്ള നിർദ്ദേശത്തോട് ഗവൺമെന്റ് അനുകൂല നിലപാട് സ്വീകരിച്ചത്. സാമ്പത്തിക വികസനകാര്യമന്ത്രി മറിയം അൽ അഖീലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന മിനിസ്റ്റീരിയൽ മീറ്റിംഗിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തീരുമാനങ്ങളുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. വിദേശ തൊഴിലാളിക്ക് തൊഴിൽ പെർമിറ്റ്, ഇഖാമ എന്നിവ ലഭിക്കണമെങ്കിൽ സ്വദേശിയായ ഒരു സ്പോൺസർ നിർബന്ധമാണ് എന്നതാണ് സ്പോൺസർഷിപ്പ് സമ്പ്രദായത്തിന്റെ കാതൽ. കഫീൽ സമ്പ്രദായം അടിമ വ്യവസ്ഥയ്ക്ക് തുല്യമാണെന്നും ചൂഷണങ്ങൾക്കും മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കും കാരണമാകുന്നുവെന്നും ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര സംഘടനകൾ സ്പോൺസർഷിപ്പ് സമ്പ്രദായത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. സ്പോൺസർഷിപ്പ് എടുത്തുമാറ്റുന്നതോടെ ILO പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ റാങ്കിങ്ങിൽ കുവൈത്തിന് മുകളിലെത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഒമാനിൽ പുതിയ സ്വകാര്യ കോളേജുകളും സർവകലാശാലകളും അനുവദിക്കുന്നതിനുള്ള നിരോധനം നീട്ടാൻ എഡ്യൂക്കേഷൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. അടുത്ത 3 വർഷത്തേക്ക് കൂടി നിരോധനം നീട്ടാൻ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ യോഗമാണ് തീരുമാനമെടുത്തത്. ദിവാൻ ഓഫ് റോയൽ കോർട്ട് മന്ത്രി സെയ്ദ് ഖാലിദ് ബിൻ ഹിലാൽ അൽ ബുസൈദിയുടെ രക്ഷാകർത്തൃത്വത്തിലാണ് യോഗം നടന്നത്. 2040-ലേക്കുള്ള ദേശീയ വിദ്യാഭ്യാസ കർമ്മ പരിപാടിയും യോഗം ചർച്ച ചെയ്തു. ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ അവസ്ഥ സംബന്ധിച്ച് സെക്രട്ടറി ജനറൽ തയ്യാറാക്കിയ റിപ്പോർട്ടും കൗൺസിൽ ചർച്ച ചെയ്തു. ഈ വിഭാഗത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ വിവിധ മന്ത്രാലയങ്ങളും സർക്കാർ വിഭാഗങ്ങളും കൈക്കൊണ്ട നടപടികളും യോഗം അവലോകനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ സേവനങ്ങൾ ഉറപ്പാക്കാനും ഭാവിയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനും പ്രത്യേക കമ്മിറ്റി രൂപവൽക്കരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും എഡ്യൂക്കേഷൻ കൗൺസിൽ നൽകി. ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ വിഷയത്തിൽ ദേശീയ കർമ്മ പദ്ധതി രൂപപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഈ പ്രത്യേക കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാകും നടക്കുക. മുസന്തമിൽ ടെക്നിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച മാനവവിഭവശേഷി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടും യോഗം അവലോകനം ചെയ്തു. മീഡിയ 1, മസ്കറ്റ്. സൗദിയിൽ ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള നടപടികൾ സിവിൽ രജിസ്ട്രേഷൻ വിഭാഗം ലളിതമാക്കി. ആശുപത്രികളിൽ നിന്നുള്ള ബർത്ത് നോട്ടിഫിക്കേഷൻ രേഖ ഇനി മുതൽ ഹാജരാക്കേണ്ടതില്ല. ആശുപത്രികളും സിവിൽ അഫയേഴ്സ് ഓഫീസുകളും ഓൺലൈൻ മുഖേന ബന്ധിപ്പിച്ചു. സൗദിയിലെ ജനന രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ്. ജനനം നടന്നയുടനെ പിതാവ് ആശുപത്രിയിലെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ ജനിച്ച കാര്യം രജിസ്റ്റർ ചെയ്യണം. ഈ നോട്ടിഫിക്കേഷൻ സിവിൽ രജിസ്ട്രേഷൻ വിഭാഗത്തിന് നേരിട്ട് ലഭിക്കും. നേരത്തെ ഇതിന്റെ രേഖ രക്ഷിതാവ് ഹാജരാക്കണമായിരുന്നു. ആശുപത്രിയിലെ നോട്ടിഫിക്കേഷൻ രജിസ്ട്രേഷന് ശേഷം അബ്ഷീർ വഴി തീയതിയും സമയവും സിവിൽ രജിസ്ട്രേഷൻ ഓഫീസും തിരഞ്ഞെടുക്കാം. ശേഷം ആവശ്യമായ രേഖകൾ സഹിതം നിശ്ചിത ഓഫീസിൽ ചെല്ലുക. ഇവിടെ രക്ഷിതാക്കളുടെ അസൽ പാസ്പോർട്ടും ഇഖാമയും അപേക്ഷാ ഫോമും നൽകിയാൽ ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കും. ജനനം നടന്ന് 30 ദിവസത്തിനകം തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. വൈകിയാൽ പിഴയുമുണ്ടാകും. മീഡിയ 1, റിയാദ്. സൗദികളെ ജോലിക്ക് നിയമിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. 36 മാസത്തേക്ക് വേതനത്തിനും തൊഴിൽ പരിശീലനത്തിനും വരുന്ന ചെലവിന്റെ നിശ്ചിത ശതമാനം സ്ഥാപനത്തിന് ലഭിക്കും. പുതിയതായി സ്വദേശികളെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് ആനുകൂല്യം. സ്വദേശിവൽക്കരണം ശക്തമാക്കലാണ് ഇതോടെ ലക്ഷ്യമിടുന്നത്. സ്വകാര്യ മേഖലയിൽ പുതിയതായി സ്വദേശികളെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് ധനസഹായം. വേതനത്തിന്റെയും തൊഴിൽ പരിശീലനം നൽകുന്നതിനുള്ള ചെലവിന്റെയും നിശ്ചിത ശതമാനം തുക മാനവശേഷി വികസന നിധിയിൽ നിന്നാണ് ലഭിക്കുക. 3 വർഷത്തേക്കാണ് ഈ ആനുകൂല്യം. തൊഴിൽ കമ്പോളത്തിൽ സ്വദേശികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കലും സൗദികളെ നിയമിക്കാൻ പ്രേരിപ്പിക്കലുമാണ് ലക്ഷ്യം. തൊഴിൽ സാമൂഹ്യ വികസന മന്ത്രി അഹമ്മദ് അൽ രാജിഹിയാണ് ഇക്കാര്യം അറിയിച്ചത്. സ്വദേശി തൊഴിലാളികളുടെ കഴിവുകൾ പരിപോഷിപ്പിച്ച് രാജ്യത്തിന്റെ പുരോഗതി കുതുകും വിധം വളർത്തിക്കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലില്ലായ്മ നിരക്ക് 11.6% നിന്ന് 7% കുറക്കുവാനുള്ള ശ്രമത്തിലാണ് സൗദി. വനിതാ തൊഴിലാളികളുടെ പങ്കാളിത്തം 22% നിന്ന് 30% ഉയർത്താനും പദ്ധതിയുണ്ട്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ലോക കേരള സഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായ് സന്ദർശിക്കും. ഫെബ്രുവരി 15-16 തീയതികളിൽ ദുബായ് എത്തിസലാത്ത് മൈതാനത്താണ് പരിപാടി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്.
പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഖത്തർ വോയിസ് ഓഫ് കേരള MD PK അബ്ദുൽ ഗഫൂറിന് സമ്മാനിച്ചു. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി സ്പീക്കർ V ശശി 3 പേർക്കും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ബിസ്മില്ല ഗ്രൂപ്പ് ചെയർമാൻ VA യൂസുഫ്, കബീർ കൊടുങ്ങല്ലൂർ എന്നിവരാണ് മറ്റു പുരസ്കാര ജേതാക്കൾ. പ്രവാസി മേഖലയിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. പ്രവാസി ഭാരതി ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രവാസി നിയമസഹായ ക്യാമ്പും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു. IB സതീഷ് MLA, പന്നിൻ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. സൗദി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെസ്റ്റ് കാർഗോ ദുബൈയിൽ പുതിയ ശാഖ തുറന്നു. ദുബൈ ഹോർലാൻഡ്സിലാണ് പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. ബെസ്റ്റ് കാർഗോയുടെ UAE-യിലെ 5ാമത്തെയും ഗൾഫിലെ 10ാമത്തെയും ശാഖയാണ് ഹോർലാൻഡ്സിൽ തുറന്നത്. ഇബ്രാഹിം എളേറ്റിൽ ഹോർലാൻഡ്സ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സൗദിയിൽ പുതിയ 5 ശാഖകളും ഇന്ത്യയിൽ 20-ലധികം ഡെലിവറി സംവിധാനങ്ങളും തുറക്കുമെന്ന് സംരംഭകർ അറിയിച്ചു. ഈ വർഷം UAE-യിലെ എല്ലാ എമിറേറ്റുകളിലേക്കും ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നീ രാജ്യങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് ബെസ്റ്റ് കാർഗോ മാനേജിംഗ് ഡയറക്ടർ റഷീദ് പുളിക്കൽ പറഞ്ഞു. മീഡിയ 1 ദുബായ്. കുവൈത്തിലെ മലയാളി ഫുട്ബോൾ ക്ലബ്ബായ ചാമ്പ്യൻസ് FC ഏകദിന 7 സോക്കർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച മിസ്രഫ് പബ്ലിക് അതോറിറ്റി ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ്. കേരള എക്സ്പാറ്റ്സ് ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിച്ച് നടത്തുന്ന ടൂർണമെന്റിൽ കെഫാക്കിൽ രജിസ്റ്റർ ചെയ്ത 18 ടീമുകൾ പങ്കെടുക്കും. നോക്കൌട്ട് അടിസ്ഥാനത്തിലാണ് മത്സരമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ മോട്ടോർ ബൈക്ക് നിർമ്മാതാക്കളായ റോയൽ എൻഫീൽഡ് 2 പുതിയ മോഡലുകൾ UAE വിപണിയിൽ അവതരിപ്പിച്ചു. ഇരട്ട സിലിണ്ടറുകളുള്ള ഈ മോഡലുകളെ 6050 ട്വിൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്റർസെപ്റ്റർ INT 650, കോണ്ടിനെന്റൽ GT 650 ഈ 2 ആഗോള മോഡലുകളെയാണ് റോയൽ എൻഫീൽഡ് UAE റോഡുകൾക്ക് പരിചയപ്പെടുത്തുന്നത്. 640cc എഞ്ചിൻ ശേഷിയും ഇരട്ട സിലിണ്ടറുമുള്ള കരുത്തരാണ് ഈ 2 പേരും. ലോകത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 10 വിപണികളിലാണ് ഇവ ആദ്യം പുറത്തിറക്കുന്നത്. We've launched the same in the USA, we've launched it in Europe, in Australia, in India and now in UAE. Royal Enfield had a lot of twin cylinders way back in the 50s and 60s, but now in the modern history of Royal Enfield, yes, it is the first twin cylinder engine coming out. അവന്തി ഓട്ടോമൊബൈൽസിനാണ് വിപണന ചുമതല. 2 മോഡലുകളും ഫെബ്രുവരി മുതൽ ഷോറൂമിലെത്തും. എയർ ഓയിൽ കൂളിംഗ് സംവിധാനം, 7250 RPM, 47 HP പവർ, മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്ക് എന്നിവ ഈ മോഡലുകളുടെ പ്രത്യേകതയാണ്. ഇന്റർസെപ്റ്ററിന്റെ വില 19,999 ദിർഹത്തിൽ തുടങ്ങുമ്പോൾ കോണ്ടിനെന്റൽ GT 650ക്ക് 20,399 ദിർഹം മുതലാണ് വില. മീഡിയ 1 ദുബായ്. കലാലയം സാംസ്കാരിക വേദി കുവൈത്ത് സംഘടിപ്പിക്കുന്ന 10ാമത് ദേശീയ സാഹിത്യോത്സവം ജനുവരി 18-ന് സാൽമിയ നജാത്ത് ബോയ്സ് സ്കൂളിൽ നടക്കും. ഗാനാലാപനം, പ്രസംഗം, കഥ, കവിതാ പ്രബന്ധരചന, അടിക്കുറിപ്പ് തുടങ്ങിയ 85 ഇനങ്ങളിലാണ് മത്സരം. വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന സമാപന സംഗമത്തിൽ എഴുത്തുകാരൻ KP രാമനുണ്ണി മുഖ്യാതിഥിയാകും. പ്രവാസി നിലപാടും നിർദ്ദേശങ്ങളും എന്ന വിഷയത്തിൽ സൈൻ ജിദ്ദ ചാപ്റ്റർ ടോക്ക് ഷോ സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് സീസൺ റെസ്റ്റോറൻറ്റിൽ നടക്കുന്ന ഷോയിൽ വിവിധ സംഘടനാ നേതാക്കളും സംരംഭക പ്രമുഖരും സാമൂഹ്യ നിരീക്ഷകരും സാധാരണ തൊഴിലാളികളും പങ്കെടുക്കും. പ്രവാസികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ കൂട്ടമായി ചർച്ച ചെയ്യും. നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുമെന്നും അവ നടപ്പാക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഷാർജയിൽ ഗൾഫ് മാധ്യമം സംഘടിപ്പിക്കുന്ന കമോൺ കേരള പ്രദർശനത്തിൽ ലുലു ഗ്രൂപ്പ് മുഖ്യ പങ്കാളികളാകും. പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന ബിസിനസ് കോൺക്ലേവിന് ലുലു ഗ്രൂപ്പ് മേധാവി MA യൂസുഫ് അലി മുഖ്യ രക്ഷാധികാരിയാകും. ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമിയുടെ രക്ഷാകർതൃത്വത്തിലാണ് ഷാർജ എക്സ്പോ സെന്ററിൽ കമോൺ കേരളയുടെ പുതിയ എഡിഷന് വേദിയൊരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി നടക്കുന്ന ബിസിനസ് കോൺക്ലേവിൽ 4000-ലധികം വ്യവസായികളും സംരംഭകരും പങ്കെടുക്കും. മാർഗനിർദ്ദേശക സെഷനുകൾക്ക് നേതൃത്വം നൽകുക ലുലു ഗ്രൂപ്പിലെ മാനേജ്മെന്റ് വിദഗ്ധരായിരിക്കും. ബിസിനസ് കോൺക്ലേവ് ലോഗോ മുഖ്യ രക്ഷാധികാരി MA യൂസഫ് അലി പ്രകാശനം ചെയ്തു. ഇന്ത്യൻ സംരംഭകർക്ക് പുതുവീതികൾ തുറന്നുകൊടുക്കാൻ പ്രവാസി സമൂഹത്തിന്റെ മുഖപത്രമായ ഗൾഫ് മാധ്യമത്തിന് കഴിയുമെന്ന് യൂസഫ് അലി പ്രത്യാശ പ്രകടിപ്പിച്ചു. ലുലു ഗ്രൂപ്പ് ചീഫ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ നന്ദകുമാർ, മാധ്യമം ജനറൽ മാനേജർ K മുഹമ്മദ് റഫീഖ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സക്കറിയ മുഹമ്മദ്, സീനിയർ മാർക്കറ്റിംഗ് മാനേജർ V ഹാരിസ്, ബിജു നായർ എന്നിവർ സംബന്ധിച്ചു. ഫെബ്രുവരി 14 മുതൽ 16 വരെയാണ് കമോൺ കേരള നടക്കുക. മീഡിയ 1 അബുദാബി. UAE-യിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് വാർഷിക പ്രമോഷന്റെ ഭാഗമായി സംഘടിപ്പിച്ച നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മൊത്തം 15 കിലോ സ്വർണമാണ് സമ്മാനം നൽകിയത്. അബുദാബി, ദുബായ്, അലൈൻ, ഷാർജ മേഖലകളിൽ നിന്ന് പ്രവാസികളടക്കം 150 പേർ വിജയികളായി.
അബുദാബി, അൽ വഹദ, അലൈൻ, കുവൈത്താത്ത്, ദുബായ്, ഖിസൈസ്, ഷാർജ, ഹസാന എന്നീ ലുലു ശാഖകളിലാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനം ഈ മാസം 18-നും 19-നുമായി കോഴിക്കോട് നടക്കും. പ്രതിനിധി സമ്മേളനം മന്ത്രി KT ജലീൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആധുനിക കേരള സൃഷ്ടിയിൽ പ്രവാസികളുടെ പങ്ക് എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. പ്രവാസി സംഘം പ്രസിഡന്റ് PT കുഞ്ഞുമുഹമ്മദ്, സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.